അപ്പോൾ അതേ നമ്മൾ ഉരുളൻകിഴങ്ങും സബോളയും വറുത്തരച്ച് കറി വയ്ക്കുക. 3 ഉരുളൻകിഴങ്ങും 2 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വറുക്കാൻ വേണ്ടി ഒരു അര മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നന്നായി വറുക്കുക. കൂടെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതൊക്കെ ആവശ്യത്തിന് അതിലിട്ടിട്ട് നന്നായി വറുക്കുക. നല്ല ബ്രൗൺ കളറാക്കി വറുക്കുക കേട്ടോ. വറുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ച് കൊണ്ടുവരാം. പിന്നെ അത് ഉരുളൻകിഴങ്ങും സബോളയും നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു വിസിലിൽ വേവിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. പിന്നെ നമ്മൾ അരച്ച് കൊണ്ടുവന്ന നാളികേരം അരച്ചത് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉള്ളിയും വേപ്പിലയും കൂടി വറുത്തിടുക. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഉള്ളി കഴിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ കറി വയ്ക്കാറ്? പലരും പല തരത്തിലല്ല വയ്ക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ